ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് നീമ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 4 ടൈപ്സ് ഓഫ് ഹെയർ റിമൂവൽ മെത്തേഡാണ്. ഞാൻ പറയാൻ പോകുന്നത് ഈ അൺവാണ്ടഡ് ബോഡി ഹെയർ എല്ലാം ഉണ്ടാവുമല്ലോ, അതെങ്ങനെ റിമൂവ് ചെയ്യാന്നുള്ള 4 മെത്തേഡ്സ് ആണ്. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഒരു ടീനേജ് തൊട്ടിട്ട് പല ടൈപ്പ് ഹെയർ റിമൂവൽ മെത്തേഡ്സ് ട്രൈ ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെത്തേഡ് ഏതാണെന്ന് വെച്ചാൽ ഷേവിംഗ് ആണ്. നിങ്ങൾ പലരും ഷേവിംഗ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാനൊരു ടീനേജ് ടൈം ആയപ്പോൾ ഹെയർ ഗ്രോത്ത് സ്റ്റാർട്ടായപ്പോൾ നമ്മൾ യൂണിഫോമൊക്കെ കാലുമുട്ട് വരെ ഇരിക്കലോ, അപ്പം ഭയങ്കര ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ആദ്യമായിട്ട് അച്ഛൻ്റെ ഷേവിംഗ് സെറ്റ് ഉപയോഗിച്ചിട്ട് ഹെയർ റിമൂവ് ചെയ്തു. ആ സമയത്ത് ഓക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് നെക്സ്റ്റ് ഡേ ഒക്കെ ആയപ്പം കുറ്റി ഹെയർ വരാൻ തുടങ്ങി. അതും ആദ്യം ഉണ്ടായിരുന്നത് ഒരുവിധം നോർമൽ ഹെയർ ആയിരുന്നു. പിന്നെ നല്ല തിക്ക് നമ്മുടെ ഈ കളറിലൊക്കെയാണ് ഹെയർ ഗ്രോത്ത് സ്റ്റാർട്ടായത്. അപ്പോഴാണ് പണി പാടിയെന്ന് എനിക്ക് മനസ്സിലായത്. ഓക്കെ, ഇനി നമുക്ക് ഷേവിങ് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് മെറിറ്റ്സും ഡീമെറിറ്റ്സും പറയാം. ഫസ്റ്റ് നമുക്ക് മെറിറ്റ്സ് സംസാരിക്കുകയാണെങ്കിൽ ഭയങ്കര കൺവീനിയൻ്റ് ആണ്. ഇപ്പോൾ ഇത്ര പോകുന്നൊരു ഷേവർ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ട് നടക്കാം. ഒരു 3 to 4 ടൈംസ് യൂസ് ചെയ്യാം. യൂസ് ആൻഡ് ത്രോ ആണ്. പിന്നെ ചീപ്പാണ്, അത്ര കോസ്റ്റ്ലി ഒന്നുമല്ല. ഈവൻ ഇപ്പോൾ ഫേഷ്യൽ ഷേവേഴ്സ് വരെ അവൈലബിൾ ആണ്. ഇപ്പോൾ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നവർ ഫസ്റ്റ് ഷേവ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി പരിപാടിയിലേക്ക് കിടക്കുക. അപ്പം ചെറിയ ചീപ്പായിട്ട് 100 റുപ്പീസിന് 3 ബ്ലേഡ്സ് ഒക്കെ കിട്ടും. ഇപ്പം മെയിൻ അതാണ്, കൺവീനിയൻറ്റും ചീപ്പുമാണ്. ഇനി ഡീമെറിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 ഡേയ്സിൽ അത് ഗ്രോ ബാക്ക് ചെയ്യും. അത് എസ്പെഷ്യലി ഈ ഹോർമോണൽ പ്രോബ്ലം ഉള്ളവർക്ക്, PCOD, പിന്നെ ഹെർട്ടോയിസം, പിന്നെ പാരമ്പര്യമായിട്ട് ഹെയർ ഗ്രോത്ത് ഉള്ളവരും ഉണ്ടാവാം. ഓക്കെ, ഇപ്പം ഈ PCOD നമ്മുടെ ഈ ഹോർമോൺ ചിക്കനൊക്കെ കഴിക്കുന്നതുകൊണ്ട് PCOD കോമൺ ആണ് ടീനേജ് ഗേൾസ്. അങ്ങനെയുള്ളവർ ഒരിക്കലും ഫേഷ്യൽ ഷേവറോ ബോഡി ഷേവറോ യൂസ് ചെയ്യരുത്. അങ്ങനെയുള്ളവർക്കാണ് പിന്നീട് തിക്ക് ഹെയർസ് വരുന്നത്. ഓക്കെ, അത് മിത്താണെന്ന് പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് അത് സത്യമായിട്ടുള്ള കാര്യമാണ്. എപ്പോൾ ബ്ലേഡ് നമ്മുടെ ബോഡിയിൽ വെച്ചോ പിന്നെ വരുന്നത് തിക്ക് ഹെയർ ആയിരിക്കും. എനിക്കിപ്പോഴും ഇവിടെ കുറച്ച് ഹെയർ ഗ്രോത്ത് ഒക്കെ ഉണ്ട്, ചിന്നിലും ഉണ്ട്. അത്ര വിസിബിൾ അല്ല, പക്ഷെ വൺസ് അത് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ വളരും. ആ ഉറപ്പ് എനിക്കുണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന്. സോ അതാണ് മെയിൻ. പിന്നെ അവിടെയും ഇവിടെയും വെച്ച് ചിലർ ഐബ്രോസൊക്കെ ബ്ലേഡ് വെച്ച് ചെയ്യണം കണ്ടിട്ടുണ്ട്. വളരെ ഡേഞ്ചറാണ്. പിന്നെ കട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇൻഫെക്ഷനായി. അതാണ് മെയിൻ ഡീമെറിറ്റ്. ഓക്കെ, ഹോർമോണൽ ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഷേവിങ് സെറ്റ് ഉപയോഗിക്കാതിരിക്കാം. ഈവൻ ഫേഷ്യൽ ഷേവർ ആയാലും ഒരു പരീക്ഷണത്തിന് പോലും വെച്ച് കൊടുക്കരുത്. പിന്നീടാണ് നിങ്ങൾ അതിൻ്റെ ഭാവി ഫലങ്ങൾ അനുഭവിക്കുക. രണ്ടാമത്തെ മെത്തേഡാണ് വാക്സിങ്. ഓക്കെ, വാക്സിങ് ഇപ്പോൾ എൻ്റെ ഒരു ടീനേജ് ടൈമിലൊക്കെ, ഞാൻ 8th പഠിക്കുമ്പോൾ ആദ്യമായിട്ട് വാക്സ് ചെയ്യാൻ വേണ്ടി പാർലറിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ചേച്ചിമാരെ എത്ര വയസ്സായി, വീട്ടിൽ നിന്ന് പെർമിഷൻ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചാൽ അന്ന് അതത്ര കോമൺ ആയിരുന്നില്ല. പക്ഷെ ഇപ്പം എല്ലാവരും ചെയ്യുന്നതാണ് വാക്സിങ്. വാക്സിൻ്റെ പോസിറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ, നമ്മൾ വൺസ് വാക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയ ഭയങ്കര ക്ലീൻ ആയിരിക്കും. ഹെയർ മാത്രമല്ല, നമ്മുടെ ഡെഡ് സെൽസും അതിൻ്റെ കൂടെ റിമൂവ് ആവുന്നതാണ്. പിന്നെ ഒരു കാര്യം, ഇത് റൂട്ടിനെ വരാണ്. അതുകൊണ്ട് അവിടെ കുറ്റി ഇതോ ഒന്നും ഉണ്ടാവില്ല, നല്ല സോഫ്റ്റ് ആയിരിക്കും. അതാണ് മെയിൻ. നല്ല ഫിനിഷിങ്, നാച്ചുറലായിട്ട് നമുക്ക് ഹെയർ ഫ്രീ സ്കിന്ന് കിട്ടും. പിന്നെ ഇപ്പോൾ ഹെർബൽ വാക്സിങ് എല്ലാം ഉണ്ട്. ലെമൺ ഹണി വാക്സ്, ചോക്ലേറ്റ് വാക്സ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ വാക്സ് സ്ട്രിപ്സ് വീറ്റ് പോലുള്ളത് ഫാൻസി ഷോപ്പുകളിലും അവൈലബിൾ ആണ്. 180 റുപ്പീസ് എന്തോ ഉള്ളൂ, നമുക്ക് 20 സ്ട്രിപ്സ് കിട്ടും. അത് നമുക്ക് വീട്ടിൽ വന്ന് ഈസി ആയിട്ട് വാക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അതിൻ്റെ ഡീമെറിറ്റ്സ് എന്താണെന്ന് പറയുകയാണെങ്കിൽ, വാക്സിങ് കുറച്ച് പെയിൻഫുള്ളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിയാമല്ലോ, നമ്മൾ ആദ്യം ലോങ് ഹെയർ ഒക്കെ ആണെങ്കിൽ വെച്ച്
പറിച്ച് കളയുമ്പം നാച്ചുറലി നല്ല പെയിൻഫുള്ളായിരിക്കും. എനിക്കിപ്പോഴും വാക്സ് ചെയ്യുമ്പോൾ കുറച്ച് പെയിൻഫുള്ളാണ്. രണ്ടാമത്തത് പാർലറിൽ പോവുകയാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. അന്ന് ഞാൻ 8th പഠിക്കുമ്പോൾ അതിന് 500 rupees ആയിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഹാഫ് ലെഗും ഫുൾ ഹാൻഡ്സും ചെയ്യാൻ വേണ്ടിയിട്ട്. അന്നത് വലിയ എമൗണ്ടാണ്, പക്ഷെ ചെയ്തിരുന്നു. ഇപ്പോഴും പാർലറിൽ 1000+ ഒക്കെയാണ് വരുന്നത്. ഇപ്പോൾ വാക്സ് സ്ട്രിപ്പ് നിങ്ങൾക്ക് ചീപ്പാണ്, 20 strips ഉണ്ടാവും. ബട്ട് സ്റ്റിൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് എക്സ്പെൻസീവാണ്. പിന്നെ മെസ്സി ആയിരിക്കും, ഭയങ്കര സ്റ്റിക്കി ആണല്ലോ, ഇതൊരു ഗമ്മി ടെക്സ്ചറാണല്ലോ, നമ്മൾ പശ വെച്ചിട്ട് പറിച്ച് കളയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പശ അവിടെ ഇവിടെ ഒട്ടിപ്പിടിച്ച് എൻ്റെ മുടിയിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഏറ്റവും വലിയ റിസ്കി ഫാക്ടർ. ഓക്കെ, മൂന്നാമത്തത് ഹെയർ റിമൂവൽ ക്രീംസ്. ഓക്കെ, ഹെയർ റിമൂവൽ ക്രീംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വീറ്റ്, നയറിൻ്റെ ഒക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇഷ്ടംപോലെ ബ്രാൻഡ്സ് ഉണ്ട്. പണ്ടൊക്കെ വീറ്റായിരുന്നു കോമൺ. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ക്രീമി ടെക്സ്ചർ ആയിരിക്കും. നമ്മൾ എവിടെയാണോ ഹെയർ ഗ്രോത്ത് ഉള്ളത് അതിൽ ഹെയർ ഗ്രോത്തിൻ്റെ ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു സ്പാച്ചുല ഉണ്ടാവും. അത് വെച്ച് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു 5 minutes കഴിഞ്ഞിട്ട് വടിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തെ ഹെയർ എല്ലാം റിമൂവ് ആവും. സെയിം ലൈക്ക് ഷേവിങ് പോലെയാണ് അതിൻ്റെ ഒരു എഫക്റ്റ് വരുന്നത്. നമ്മുടെ സ്കിന്നിൻ്റെ പുറത്തെ ഭാഗത്തെ ഹെയർ മാത്രമാണ് റിമൂവ് ആവുന്നത്, റൂട്ടെന്നല്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ഗ്രോ ബാക്ക് ചെയ്യും. ഓക്കെ, നമ്മളിപ്പോൾ ഒരു എമർജൻസി, ഒരു പെട്ടെന്നൊരു ഫങ്ഷൻ പുറത്ത് പോകുമ്പോഴൊക്കെയാണെങ്കിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ അത് സെൻസിറ്റീവ് സ്കിൻ ടൈപ്പിന് സൂട്ടബിൾ ആവില്ല. ചിലർക്ക് അതിൻ്റെ അലർജീസ്, റാഷസ് ഒക്കെ വരും. ഫസ്റ്റ് ഓഫ് ഓൾ അത് കെമിക്കലാണ്. ഔട്ടായത് എപ്പിലേറ്റർ കേട്ടോ. ഇത് ഫിലിപ്സിൻ്റെ ആണ്. ഇതിന് 2300 റേഞ്ചിലായിരുന്നു ഞാൻ വാങ്ങുമ്പോൾ. ഇതിപ്പോൾ 5 yearsൻ്റെ മേലെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്കിതില്ലാതെ ജീവിക്കാൻ പറ്റില്ല ഗൈസ്. അൺവാണ്ടഡ് ഹെയർ ഗ്രോത്ത് ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇത് അത്രയും കൺവീനിയൻ്റ് ആണ്. ഇപ്പോഴും ഈ 2300 അത്രയെങ്ങാനേ ഉള്ളൂ. ഓൺലൈനിൽ ആമസോണിൽ അവൈലബിൾ ആണ്. വേറെയും ബ്രാൻഡ്സിൻ്റെ ഞാൻ യൂസ് ചെയ്തത് ഇതാണ്. ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ പാടത്തൊക്കെയുള്ള ട്രാക്ടറില്ലേ, ട്രാക്ടർ ഇങ്ങനെ കറങ്ങുമ്പം പുല്ല് അതിൻ്റെ മുകളിൽ കുടുങ്ങിയിട്ട് കട്ടാവില്ലേ, അതേ ഒരു പ്രൊസീജിയറാണ്. ഇപ്പം വാക്സ് ചെയ്യുന്ന പോലെ തന്നെ റൂട്ട് നിന്നാണ് എടുക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ബ്ലേഡ്. ഇതിന് അഡാപ്റ്റർ ഉണ്ട് കേട്ടോ. ഇത് തിരിഞ്ഞുകൊണ്ടേയിരിക്കും, സ്പീഡിൽ മൈക്രോ സെക്കൻഡിൽ തിരിഞ്ഞുകൊണ്ടേയിരിക്കും. തിരിയുമ്പം നമ്മളിങ്ങനെ വയ്ക്കുമ്പം ആ സ്പീഡിൽ ഹെയർ ഇതിൽ കുടുങ്ങിയിട്ട് ഇങ്ങനെ തിരിഞ്ഞ് പ്ലക്ക് ആവുകയാണ് പ്രൊസീജിയർ. ഓക്കെ, അത്രയും സ്പീഡിൽ തിരിയുമ്പം ഹെയർ ഒരു 10-20 ഹെയർ ആ ഒരു സെക്കൻഡിൽ തിരിഞ്ഞ് ആ ഭാഗം ഫുൾ ക്ലീൻ ആവുകയാണ് ചെയ്യുന്നത്. ഇതിൽ 2 സ്പീഡ് സെറ്റിംഗ് ഉണ്ട്, 1 and 2. ഓക്കെ, ഇതിൽ ഇപ്പം നിങ്ങൾ ഇതിൻ്റെ മെറിറ്റ്സിനെ കുറിച്ച് ഫസ്റ്റ് സംസാരിക്കാം. ഇതിൻ്റെ മെറിറ്റ്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര ചീപ്പാണ് ഗൈസ്. ലാസ്റ്റ് മെത്തേഡാണ് എപ്പിലേറ്റിംഗ്. ഇതാണ് എപ്പിലേറ്റർ മെഷീൻ. ഇത് ഫിലിപ്സിൻ്റെ ആണ്. ഞാനൊരു 5 years ആയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഗൈസ്. നിങ്ങളൊരു അൺവാണ്ടഡ് ഹെയർ ഗ്രോത്ത് ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിതില്ലാതെ പിന്നെ ജീവിക്കാനേ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെറിറ്റ്സിനെ കുറിച്ച് പറയാം. ഇത് വരുന്നത് ഇങ്ങനെ മൗസിൻ്റെ ഷേപ്പുള്ള ഒരു മെഷീനാണ്, ഹാൻഡിയാണ്. 2 ഹെഡ്സാണ് വരുന്നത്. ഒന്ന് എപ്പിലേറ്റിംഗ് ഹെഡാണിത്, പിന്നെ വരുന്നത് ഒരു ട്രിമ്മർ ഹെഡ്. ഇത് ഡിറ്റാച്ച് ചെയ്തിട്ട് ഇതിവിടെ അറ്റാച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, നിങ്ങളൊരു ലോങ് ഹെയർ ഉള്ള ആളാണെങ്കിൽ ഫസ്റ്റ് ഇത് വെച്ചിട്ട് ട്രിം ചെയ്താൽ ഹെയർ കുറ്റിയാവുമല്ലോ. എന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് വെച്ചിട്ട് റിമൂവ് ചെയ്യാവുന്നതാണ്. ഇത് വർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ട്രാക്ടറില്ലേ ഈ പറമ്പ് കൂടിയൊക്കെ പുല്ല് പറിക്കുന്നത് അതുപോലെയാണ്. അതിങ്ങനെ റോഡ് ചെയ്യുമ്പോൾ അവിടുത്തെ പുല്ലൊക്കെ ഇങ്ങനെ പ്ലക്ക് ചെയ്തുകൊണ്ടേയിരിക്കും.
സെയിം അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ 90 ഡിഗ്രിയിൽ വെച്ചാൽ ഈസി ആയിട്ട് വരും കേട്ടോ. ഞാനിപ്പോൾ ഇതിലൊരു എക്സ്പേർട്ട് ആയതുകൊണ്ട് ഞാൻ എങ്ങനെ വെച്ചാലും എനിക്ക് ഹെയർ വരുന്നുണ്ട്. നമ്മൾ സ്പീഡിൽ ഹെയർ ഗ്രോത്തിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ വെച്ചാൽ ഒരു സെക്കൻഡിൽ അത്രയും സ്പീഡിലാണിത് കറങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ഹെയർ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് ഇങ്ങനെ പ്ലക്ക് ആവുകയാണ്, ഒരു ട്വീസിങ് എഫക്റ്റാണ് സംഭവിക്കുന്നത്. അതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഹെയർ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ 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 ആക്കി കൊടുത്താൽ മതി, ഈസിയാണ്. പിന്നെ കോസ്റ്റ് എഫക്റ്റീവാണ് ആക്ച്വലി. ഇത് ഞാൻ വാങ്ങിക്കുമ്പം 2300 റുപ്പീസ് എന്തോ ആണ്. അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു വലിയ എമൗണ്ടായി തോന്നുകയാണെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കൂ, ഒരു പ്രാവശ്യം വാക്സ് ചെയ്യുകയാണെങ്കിൽ എത്ര രൂപയാവും? 1000. ശരി, കൈ മാത്രമാണെങ്കിൽ ഒരു 500. അങ്ങനെ നിങ്ങൾ ഒരു 2 മാസം കൂടുമ്പോഴെങ്കിലും വാക്സ് ചെയ്യണമല്ലോ. ഒരു വർഷം ചെയ്യുമ്പോൾ എത്രയാവും? ഇത് 5 വർഷമായി, ഇപ്പോഴും നല്ല വർക്കിംഗ് കണ്ടീഷനാണ്. ഒരു 1 ടൈം നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലൈഫ് സേവറാണ്. എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് പറയാൻ പറ്റുന്നത് അതാണ്. പിന്നെ വേദന, ഡീമെറിറ്റ്സ് ചോദിക്കുകയാണെങ്കിൽ പെയിൻഫുള്ളാണോ ചോദിച്ചാൽ പെയിൻഫുള്ളാണ്. നമ്മുടെ ഒരു ജീവനുള്ള മനുഷ്യൻ്റെ ബോഡിയിൽ നിന്ന് ഹെയർ എടുക്കുമ്പോൾ എന്തായാലും വേദനിക്കും. പിന്നെ അത് സ്പീഡിലാണ് കറങ്ങുന്നത്, അപ്പോൾ വേദനിക്കും. പക്ഷെ നിങ്ങൾ ചെയ്ത് 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 വേദനയൊന്നും ഇല്ലാണ്ടാവും. എനിക്കിപ്പോൾ ഒട്ടും വേദനയില്ല, എൻ്റെ ബോഡി അതിനോട് യൂസ്ഡായി. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ ഈ മെത്തേഡ് എന്തായാലും ശ്രദ്ധിക്കുക. ഫസ്റ്റ് ട്രിം ചെയ്ത് കളഞ്ഞ ശേഷം മാത്രം ഇതിൽ യൂസ് ചെയ്യാം. പിന്നെ ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ അണ്ടർആംസിൽ വരെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അണ്ടർആംസിലും ബാക്കി ഏത് ബോഡി പാർട്ടിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ബിക്കിനി ഒഴികെ. ഇതിൽ അണ്ടർആംസ് പെയിൻഫുള്ളാണ്. നിങ്ങൾ ഇതേപോലെ ട്രിം ചെയ്ത ശേഷം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പഴകി നിങ്ങൾക്ക് പെയിൻ ഇല്ലാതെയാവും. കുറച്ച് ഹെയർ ഗ്രോത്ത് ഉള്ളപ്പോഴേ യൂസ് ചെയ്ത് നോക്കും, പിന്നെ പെയിനും ഉണ്ടാവില്ല. പിന്നെ വാക്സിങ് എഫക്റ്റാണ്, നിങ്ങൾക്ക് ക്ലീൻ ആയിരിക്കും ആ ഏരിയ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ശരി അണ്ടർആംസ് പേടിയാണെങ്കിൽ ഇത് വെച്ചിട്ട് ട്രിം മാത്രം ചെയ്യാം, അതും ഓക്കെയാണ്. അപ്പം ഈ 4 മെത്തേഡ്സാണ് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഇതെല്ലാം ടെമ്പററി മെത്തേഡ്സാണ് കേട്ടോ. ഇനി പെർമനൻറ്റ് മെത്തേഡ്സ് ഉണ്ട് ഇപ്പം, ലൈക്ക് IPL, ലേസർ ആൻഡ് ഇലക്ട്രോലൈസിസ്. ഇതെല്ലാം നല്ല എക്സ്പെൻസീവ് സൈഡാണ്. ലേസർ ഞാൻ ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുൾ ബോഡി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 lakhs ആണ് അവർ ചോദിച്ചത്. അതും പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല. നമ്മുടെ മുടി ഹെയർ എല്ലാം നമ്മുടെ മരിക്കുന്ന വരെ വളർന്നുകൊണ്ടേയിരിക്കും. അതൊരിക്കലും നമുക്ക് പെർമനൻ്റ്ലി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അത് നമ്മുടെ ബോഡിക്കൊരു പ്രൊട്ടക്ഷൻ കൂടിയാണല്ലോ. പിന്നെ റിഡക്ഷൻ പോസിബിളാണ് ഈ ലേസറും ഇതെല്ലാം വെച്ച്. ശരിക്കും അത് വർക്കൗട്ടും ആണ് കേട്ടോ. ഡിപ്പെൻസ്, നിങ്ങൾ എന്തെങ്കിലും മെഡിക്കേഷൻസ് എടുക്കുകയാണോ, ഹോർമോണൽ പ്രോബ്ലംസ് ഉണ്ടോ, അതിൻ്റെ ഇത് റേറ്റ് വാരി ചെയ്യും, പക്ഷെ റിഡക്ഷൻ പോസിബിളാണ്. പിന്നെ ഇലക്ട്രോലൈസിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ വേസ്റ്റ് ഓഫ് മണി എന്ന് ഞാൻ പറയുള്ളൂ. ഒരു സിറ്റിംഗ് 500 എന്തോ ആയിരുന്നു കുറേ വർഷം മുന്നേ. അത് ഒട്ടും വർക്കൗട്ടായില്ല എനിക്ക്. എങ്ങനെ ഹെയർ എടുത്തോ അത് നമ്മുടെ ഒരു നീഡിൽ യൂസ് ചെയ്ത് നമ്മുടെ ഹെയർ ഫോളിക്കിളിൻ്റെ ഉള്ളിലേക്ക് ഒരു ഷോട്ട് കൊടുക്കുകയാണ്, ഒരു കറണ്ട്, എന്നിട്ട് അതിനെ ഇനാക്റ്റീവ് ആക്കും, അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ എൻ്റെ ഹെയർക്ക് അതിശക്തമായിട്ടാണ് തിരിച്ചു വന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതൊരു കംപ്ലീറ്റ് വേസ്റ്റ് ഓഫ് മണി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് കൺവീനിയൻ്റ് ആയി തോന്നിയത് എപ്പിലേറ്ററാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിക്കാം. ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വാങ്ങിക്കാം. ലിങ്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ചോദിച്ചാൽ ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെ ഫസ്റ്റ് ഫുൾ ലെങ്ത് വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.